Hi, hello everyone. Chalo, Barcelona. അതുപോലെ നമ്മുടെ ലക്ഷറി എയർലൈൻസായ റയൻ എയറിലാണ് നമ്മൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് സ്പെയിനിലെ സലു എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം നമ്മൾ ജെറ്റ് സ്കീയിങ് ട്രൈ ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ടാണ് നമ്മൾ ജെറ്റ് സ്കീയിങ് ചെയ്യുന്നത്. സലു എന്ന് പറയുന്നത് ബാഴ്സലോണയുടെ അടുത്തായിട്ടുള്ളൊരു സ്ഥലമാണ്. ബാഴ്സലോണയിൽ നിന്ന് ഒരു 1.5 hours ട്രെയിൻ ജേണിയാണ് സലുവിലേക്കുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ജെറ്റ് സ്കീയിങ്ങിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ളത്. നമ്മൾ പ്രീ ബുക്ക് ഒന്നും ചെയ്തിട്ടില്ല, ഇവിടെ വന്ന് ബുക്ക് ചെയ്യുമായിരുന്നു. നമ്മൾ 40 minutes ജെറ്റ് സ്കീയിങ് ആണ് ബുക്ക് ചെയ്യാൻ പോകുന്നത്. അത് €110 ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഇവിടെ വരുന്നവരെ ആക്ച്വലി നമ്മൾ ജെറ്റ് സ്കീയിങ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പില്ലായിരുന്നു. എനിക്ക് വലിയ ഉറപ്പില്ലായിരുന്നു. കാരണം ഇത് ജെയ്യുടെ ഒരു ആഗ്രഹപ്രകാരം നമ്മൾ ചെയ്യുന്നതാണ്. എനിക്കിതൊക്കെ കുറച്ച് പേടിയുള്ളൊരു സംഭവമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നീന്താൻ അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊക്കെ കുറച്ച് പേടിയാണ്. No, just for YouTube video. Encima se puede ver. Did you guys like it? Yeah. Borja musulmán. Thank you. Thank you. ഇവിടെയുള്ള ആളുകളെല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മുടെ ഇൻസ്ട്രക്ടർ ഇപ്പോൾ നമുക്ക് ജെറ്റ് സ്കീയിങ്ങിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 40 minutes ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കൂടെയുള്ള ബാക്കി എല്ലാവരും 20 minutes റൈഡാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി ഒരു ഇൻസ്ട്രക്ടറാണ് ഉണ്ടായിരുന്നത്. നമ്മൾ കുറച്ച് ടൈം കൂടുതൽ ബുക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് വേണ്ടി മാത്രം ഒരു ഇൻസ്ട്രക്ടർ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ജെയ്യുടെ ഭയങ്കര ഒരു ആഗ്രഹപ്രകാരം കേട്ടോ നമ്മൾ ഈ ജെറ്റ് സ്കീയിങ് എന്ന് പറഞ്ഞ അഡ്വഞ്ചറിനൊക്കെ വന്നേക്കുന്നത്. എനിക്കാണെങ്കിൽ നീന്താൻ അറിയില്ലാത്തതിൻ്റെ ടെൻഷൻ നന്നായിട്ടുണ്ട്. ജെയ് ആണെങ്കിൽ ഒരാഴ്ചയായി ഓൺലൈനായിട്ട് ജെറ്റ് സ്കീയിങ് എങ്ങനെ ചെയ്യാം എന്നൊക്കെ നോക്കി പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ യന്ത്രങ്ങളുടെ പ്രവർത്തനമൊക്കെ അറിയാം എന്നുള്ള കോൺഫിഡൻസിലാണ് ജെയ് ഇരിക്കുന്നത്. പിന്നെ ജെയ്ക്ക് നീന്താനും അറിയാം. അതൊക്കെയാണ് എൻ്റെയും ഒരു ധൈര്യം. പിടിച്ചിരുന്നാ കടൽ കുറച്ച് പ്രക്ഷുബ്ധമാണെന്ന് തോന്നുന്നു. ഞാൻ പേടിച്ച പോലെ തന്നെ 4ാമത്തെ മിനിറ്റ് ആയപ്പോഴേക്കും എനിക്ക് എൻ്റെ ബാലൻസ് പോയി. ഞാൻ വെള്ളത്തിലേക്ക് വീണു. ഞാൻ വീണു എന്ന് മാത്രമല്ല, ഞാൻ ജെയിനെയും വെള്ളത്തിലേക്ക് വലിച്ചിട്ടു. അങ്ങനെ ഞങ്ങളൊരു വഴിക്ക് ജെറ്റിൻ്റെ വഴിക്കും പോയി. പിന്നെ ജെയ് എന്നെയും കൊണ്ട് ഒരു കണക്കിന് നീന്തി ജെറ്റിലേക്ക് എത്തി. ജെയ് ആദ്യം കയറിയിട്ട് എന്നെ ജെറ്റിലേക്ക് വലിച്ച് കയറ്റി. അങ്ങനെ ഞങ്ങൾ സേഫായി ജെറ്റിൽ കയറി. പിന്നെയും ജെറ്റ് സ്കീയിങ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. എനിക്ക് ആക്ച്വലി ഭയങ്കര പേടിയായിട്ട് തിരിച്ചു പോകാമെന്ന് ഞാൻ നിലവിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി പേ ചെയ്തതൊക്കെയാണല്ലോ. പിന്നെ ഇത് അത്ര വലിയ റിസ്കി സംഭവമൊന്നുമല്ല. നമ്മുടെ ഇൻസ്ട്രക്ടർ കൂടെ ഉണ്ട്. അങ്ങനെ പേടിക്കാൻ പാകത്തിനൊന്നുമില്ല. വെള്ളത്തിൽ വീണതൊന്നും കാര്യമാക്കണ്ട എന്നുള്ളൊരു കോൺഫിഡൻസിൽ ഞങ്ങൾ ബാക്കി 30 minutes കൂടി ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കരയിലേക്ക് എത്തിയത്. എന്താണ് ഇത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനാണെങ്കിൽ മറ്റേ സിനിമയിൽ ദീപിക പത്കോടൊക്കെ അങ്ങനെയാണോ ഇങ്ങനെയൊക്കെ പോകണ്ടായിരുന്നു സിനിമയിൽ. ഇടയ്ക്കിടയ്ക്കല്ല, ഫുൾ ടൈം തന്നെ 40 minute എനിക്ക് 4 മണിക്കൂർ പോലെ തോന്നിയത്. വീഡിയോസിൽ കാണുമ്പോൾ ഞാൻ ചിരിച്ച് കൂളായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അത്യാവശ്യം നന്നായിട്ട് പേടിയായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ അത് ഓവർകം ചെയ്തു. ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ നല്ലൊരു സൂപ്പർ ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ആ ഒരു മൊമെൻറ്റിൽ എനിക്ക് നന്നായിട്ട് പേടിയായി. പ്രത്യേകിച്ച് നീന്താനും കൂടെ അറിയില്ലാത്ത ഒരാൾക്ക് അത്യാവശ്യം പേടിയാവും. നമ്മൾ നീന്തലൊക്കെ പഠിച്ചിരിക്കേണ്ട ഒരു ലൈഫ് സ്കില്ലാണെന്ന് ഉള്ളൊരു ബോധ്യം എനിക്ക് വന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് അപ്പോഴേക്കും രാത്രിയായി. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോവുകയാണ്. എനിക്ക് ഇവിടെ സലൂയിൽ നൈറ്റ് ലൈഫൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഒരു ലാസ് വേഗസ് വൈബൊക്കെയാണ് തോന്നിയത്. കാര്യം ഞാൻ ലാസ് വേഗസിൽ പോയിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൊരു പരിചയമൊക്കെ ഉള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ടെന്തോ ലാസ് വേഗസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും കാണാൻ എന്നുള്ളൊരു തോന്നൽ വന്നായിരുന്നു. നമ്മളപ്പോൾ നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോകാനായിട്ട് ബസ്സിന് വെയിറ്റിംഗ് ആണ്. നമ്മൾ ടെറഗോണ എന്ന് പറയുന്ന സ്ഥലത്താണ് റൂം എടുത്തിട്ടുള്ളത്. നാളെ നമ്മൾ ബാഴ്സലോണയ്ക്ക് പോവുകയാണ്. നമ്മൾ നേരെ സലൂവിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് നാളെ നമ്മൾ ട്രെയിനിന് ബാഴ്സലോണയ്ക്ക് പോവും. അതാണ് നമ്മുടെ ട്രിപ്പിൻ്റെ പ്ലാൻ.
നമ്മൾ തലക്കോണയിലെത്തി ബസ് ഇറങ്ങിയപ്പോഴേക്കും നല്ല പെരുമഴയാണ് ഇവിടെ. പെരുമഴ എന്ന് പറഞ്ഞാൽ അതുപോലെ നിർത്താത്ത മഴ കൊണ്ടാണ് നമ്മൾ റൂമിലെത്തിയത്. മഴ ഒന്നും നമുക്ക് അധികം കൊള്ളേണ്ട വന്നില്ല. എന്തോ ഒരു ഭാഗ്യത്തിന് കാത്തൊരു മഴ. സോ അതായിരുന്നു നമ്മുടെ ജെറ്റ് സ്കീയിങ് വിശേഷങ്ങളൊക്കെ. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. താങ്ക് യു.